ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. സൂപ്പർ കപ്പിലാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുക. അതിനു വേണ്ടിയുള്ള പ്രീ സീസൺ ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിക്കും എന്ന ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസമാണ് ആശിഷ് നേഗി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം 3 വിദേശ താരങ്ങൾ മാത്രമാണ് ഉള്ളത്. അഡ്രിയാൻ ലൂണ, നോവ സദോയ്, ഡുഷാൻ ലഗോത്തോർ എന്നിവരാണ് ആ 3 താരങ്ങൾ. ഇനിയിപ്പോൾ വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയാണെങ്കിൽ അത് ജനുവരിയിൽ മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അഡ്രിയാൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കേൽനൌവിനെ ഉദ്ധരിച്ചുകൊണ്ട് ISL ആൻഡ് ഐ ലീഗ് ട്രാൻസ്ഫർ ന്യൂസ് എന്ന അക്കൗണ്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പഞ്ചാബ് FCക്ക് അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് കേൽനൌ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ വേണ്ടി പഞ്ചാബ് FC ഒരു ശ്രമം നടത്തിയേക്കും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അഡ്രിയാൻ ലൂണക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. 2027 വരെയാണ് കരാറുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ പഞ്ചാബ് FC ഒരു ട്രാൻസ്ഫർ തുക ചിലവഴിക്കേണ്ടി വന്നേക്കും. മാത്രമല്ല, ലൂണ അവിടേക്ക് പോകാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ മറ്റൊരു ചോദ്യചിഹ്നമാണ്. മറ്റു പല ക്ലബ്ബുകളിൽ നിന്നും അഡ്രിയാൻ ലൂണക്ക് നേരത്തെ ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ അതിയായി സ്നേഹിക്കുന്ന ലൂണ ക്ലബിനകത്ത് തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ആ ലൂണ ഇനിയിപ്പോൾ പഞ്ചാബ് FCയുടെ ഓഫർ സ്വീകരിച്ചുകൊണ്ട് ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് വേണം വിലയിരുത്താൻ. കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ താരങ്ങൾക്ക് ആ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതായത് ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും തടഞ്ഞു വെക്കില്ല. അവർക്ക് പോകാനുള്ള ഒരു അനുമതി നൽകും. ജീസസ് ജിമിനസിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും അഡ്രിയാൻ ലൂണ ക്ലബിനകത്ത് തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.